നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 43 ആയിരുന്നേ ഇന്ന്. അപ്പൊ ഇന്നത്തെ പോർഷൻസിന്റെ പരീക്ഷയാണ്. എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. എല്ലാ ദിവസവും പോർഷനുള്ള ദിവസം അന്നത്തെ പോർഷൻ പഠിച്ചിട്ട് രാത്രി എന്തായാലും മസ്റ്റായിട്ടും എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കൂടി താഴെ കമന്റ് ചെയ്യാം. എന്നാൽ മാത്രമേ ആ ദിവസം നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങളുടെ തലയിലേക്ക് കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പരീക്ഷയിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവാം. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 43 എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടിയെല്ലാണ്. 2. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥി വാരിയെല്ലുകളാണ്. 3. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 206 അസ്ഥികളാണ് ഉള്ളത്. 4. ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 250 ആണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. 2. താഴെ പറയുന്ന സൂചനകൾ പരിശോധിച്ച് സന്ധി ഏതെന്ന് കണ്ടെത്തുക. ആദ്യത്തെ സൂചന, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ള സന്ധി. 2. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഏതാണ് സന്ധി? ഗോളര സന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി ഇവയൊന്നുമല്ല. 3. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? 22, 24, 26, 28. 4. ചുവടെ തന്നിരിക്കുന്നതിൽ ശീതജല പ്രവാഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. പെറു പ്രവാഹം, ഒയാഷിയോ പ്രവാഹം, ബെൻഗ്വാല പ്രവാഹം, ഗൾഫ് സ്ട്രീം പ്രവാഹം. 5. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 75.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 76.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 6. സമുദ്രജലത്തിന്റെ ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യത്തേത്, കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. രണ്ടാമത്തത്, ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കുറവായിരിക്കും. മൂന്നാമത്തെ പ്രസ്താവന, ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലവണത്വം കുറയ്ക്കുന്നു. 4. ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. 7. സമുദ്രജലത്തിന്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. 1. സമുദ്രജല പ്രവാഹം, 2. കാറ്റുകൾ, 3. സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. 8. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിൽ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും വേലികൾ എന്നറിയപ്പെടുന്നു. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായി ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം. രണ്ടാമത്തെ പ്രസ്താവന, ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായ ഘടകമാണ് അപകേന്ദ്ര ബലം. മൂന്നാമത്തെ പ്രസ്താവന, സമുദ്ര ജലവിതാനത്തിന്റെ താഴ്ച വേലിയിറക്കം എന്ന് അറിയപ്പെടുന്നു. 4. സപ്തവേലികൾ ശക്തമായ വേലിയേറ്റങ്ങളാണ്. അപ്പൊ ഇതില് തെറ്റായത് കണ്ടെത്താനാണേ പറഞ്ഞേക്കുന്നത്.
9. ഗ്രാൻഡ് ബാങ്കിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്ന്. 2. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും ലാബ്രഡോർ പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടുന്നു. 3. ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു. 4. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 4 പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 10. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം. 11. ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ക്രിക്കറ്റ്, ഗോൾഫ്, വോളിബോൾ, ജിംനാസ്റ്റിക്. 12. ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 6, 8, 10, 7. 13. എലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്, ചെസ്, ഫുട്ബോൾ, ഹോക്കി. 14. ക്രിക്കറ്റ് കളിയിൽ റൺസ് ഒന്നും നേടാതെ പുറത്താകുന്നതിനെ എന്താണ് പറയുക? LBW, ക്യാച്ച് ഔട്ട്, ബൗണ്ടറി, ഡക്ക്. 15. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. വോളിബോൾ സ്മാഷ്, ക്രിക്കറ്റ് ബീമർ, ഫുട്ബോൾ ഗള്ളി, ബാസ്കറ്റ്ബോൾ ഡ്രിബ്ലിംഗ്. ഓക്കെ, ഇത്രയായിരുന്നേ 15 ചോദ്യം. ഉത്തരങ്ങളൊക്കെ എഴുതിയെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന ശരിയാ. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ്. 2 ശരിയാണ്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥി വാരിയെല്ലുകളാണ്. 3 ശരിയാ. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 206 അസ്ഥികളാണ് ഉള്ളത്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ 300 ആണ്. അപ്പൊ 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ബി ആണ് ഉത്തരം. 2. താഴെ പറയുന്ന സൂചനകൾ പരിശോധിച്ച് സന്ധി ഏതെന്ന് കണ്ടെത്തുക. സന്ധി എ ഗോളര സന്ധിയാണ്. ഗോളര സന്ധി. 3. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? ബി 24 അസ്ഥികളാണ് വാരിയെല്ലിൽ ഉള്ളത്. 4ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ശീതജല പ്രവാഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടെ ഗൾഫ് സ്ട്രീം പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. 5. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? എ 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 6. സമുദ്രജലത്തിലെ ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ബി ആണ്. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും എന്നുള്ളതാണ് വരേണ്ടത്. 7. സമുദ്രജലത്തിന്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. 8. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിൽ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും വേലികൾ എന്നറിയപ്പെടുന്നു. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഡി ആണ്. സപ്തവേലികൾ ദുർബലമായ വേലിയേറ്റങ്ങളാണ്. ശക്തമായ വേലിയേറ്റങ്ങൾ വാവുവേലികളാണ്. 9. ഗ്രാൻഡ് ബാങ്കിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ബി ആണ് തെറ്റ്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടണം. അതായിരുന്നു കറക്റ്റ്. ഇവിടെ പശ്ചിമ ഓസ്ട്രേലിയൻ എന്ന തന്നേക്കുന്നത് അത് തെറ്റാണ്. അടുത്ത 10. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? എ അന്റാർട്ടിക് സമുദ്രമാണ്. 11.
ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഗോൾഫുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഫ്. 12. ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 7 ആണ്. 7. 13. എലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബി. 14. ക്രിക്കറ്റ് കളിയിൽ റൺസ് ഒന്നും നേടാതെ പുറത്താകുന്നതിന് എന്താണ് പറയുക? ഡി. ഡക്ക്. 15. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. സി ആണ്. ഗള്ളി എന്ന പദം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്. ഓക്കെ, അപ്പോൾ 15 ക്വസ്റ്റ്യൻസ്, 15 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഈ സമുദ്രങ്ങളെ പറ്റി ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ പോർഷൻ വരുന്നുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് തന്നൊരു ചാപ്റ്റർ ആയിരുന്നു സമുദ്രവും മനുഷ്യനും. ഒരുപാട് പോയിന്റ്സ് PSC ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് പോയിന്റ്സ് ഒക്കെ അടങ്ങിയൊരു ചാപ്റ്ററാണ്. പഠിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും കാണാം. താങ്ക്